Hey my dear friends, my name is Amin. I'm a 20-year-old boy. അപ്പം ഞാൻ ഇവിടെ ഓൺ വോയിസ് വരാൻ കാരണം ഇവിടെ പലരും കുറച്ച് ചോദിച്ചു എന്തിനാണ് അക്കൗണ്ട് തുടങ്ങിയത്, ലൈക്ക് എന്തിനാ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക പബ്ലിക്കിൽ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റ് ബോയ് ആണെന്നും പലരും അങ്ങനെ ചോദിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക, അങ്ങനെ അതേപോലെ ഓൺ വോയിസ് ചെയ്യുക. എനിക്കൊരു പ്രൈവറ്റ് അക്കൗണ്ട്, ഞാൻ അതിലാണ് എല്ലാം ചെയ്യാറ്. എനിക്കിങ്ങനെ എല്ലാം ചെയ്യുന്നത്, ഞാൻ എക്സ്ട്രോവേർട്ടാണ്, ബട്ട് എനിക്ക് അതേപോലെ തന്നെ ഞാൻ ഇൻട്രോവേർട്ടും കൂടിയാണ്. കാരണം എക്സ്ട്രോവേർട്ട് വിത്ത് ഇൻട്രോവേർട്ട് എന്ന് പറയാം. എനിക്ക് നല്ല സംസാരിക്കും, എല്ലാവരോടും കമ്പനി ആവും പെട്ടെന്ന്, ബട്ട് അതേപോലെ തന്നെ പെട്ടെന്ന് എനിക്ക് ഷൈ വരും. ഞാൻ നല്ല ഷൈ ഇല്ല കൂട്ടത്തിലുള്ള അത്. അപ്പോൾ മുൻപേ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിരുന്നു, ട്രാൻസ്പ്ലാന്റ് ആണ്. പക്ഷെ ആരും അങ്ങനെ പബ്ലിക്കലി അത് റിവീൽ ചെയ്തില്ലേ. പിന്നെ ഞാനിങ്ങനെ ഇപ്പോൾ ഒരു 6 months ശേഷമാണ് ഇങ്ങനെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും പറയും എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, അങ്ങനെയാണ് ഞാൻ വാങ്ങിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങിയത്. വീഡിയോ ഇട്ടപ്പോൾ കുഴപ്പമില്ലാത്ത റീച്ചൊക്കെ തുടങ്ങി. പക്ഷെ എനിക്ക് എന്നാലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് മടിയാണ് ഇടാൻ. ലൈക്ക് ആൾക്കാർ എന്ത് പറയുമെന്നല്ല, പക്ഷെ എന്നാലും എനിക്ക് ആ ഷൈനസ് എപ്പോഴും ഉണ്ടായതുകൊണ്ട് ഒരു പിടുത്തമുണ്ട് മനസ്സിൽ, ഇടണോ ഇടണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഓൺ വോയിസ് വരുന്നത്. ഞാനത് ജീവിതത്തിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പബ്ലിക്കലി ഇങ്ങനെ ഓൺ വോയിസ് വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് വരുന്നത്, ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറില്ലേ കിഡ്നി എങ്ങനെ പോയത്, കിഡ്നി പോകാൻ കാരണം എന്താണ്, എന്തുകൊണ്ട് കിഡ്നി പോയി, ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാണോ. അപ്പം കിഡ്നി പോവാന്ന് പറയുന്നത് പലരുടെയും തെറ്റിദ്ധാരണ വെച്ചാൽ ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ മാത്രമേ കിഡ്നി പോവുള്ളൂ. അങ്ങനെയൊന്നുമല്ല. കിഡ്നി പോകാൻ പല റീസൺസ് ഉണ്ട്, പല കാരണങ്ങളുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഒരു ഷോക്കിങ് എന്നാണ് ഈ ഏജിൽ എങ്ങനെ പോയി ആവും പെട്ടെന്ന്, അതാണ് എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസാണ്, ലൈക്ക് ഒരു IgA നെഫ്രോപ്പതി അറിയും. നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ തന്നെ നമ്മളെ ബോഡിയിൽ നശിപ്പിക്കാമെന്ന് പറയും. അതാണ് അതിൻ്റെ എക്സാമ്പിൾ. പലർക്കും പല കിഡ്നി ഡിസീസ് ഉണ്ട്. ഷുഗർ കാരണം കൊണ്ട് കിഡ്നി പോയവരുണ്ട്, പാരമ്പര്യമായി ജെനറ്റിക്സ് ആയിട്ടുള്ളവരുണ്ട്. പാരമ്പര്യമായിട്ടും ഉപ്പൊക്കെ കിഡ്നി പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ജീനിൽ നമുക്ക് അങ്ങനെ വരും, അല്ലെങ്കിൽ ജനിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കിഡ്നി പോകാൻ ഒരു കാരണം മാത്രമല്ല, പിന്നെ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലേക്ക് 11-ാം തീയതിക്ക് 9 months ആയിട്ടുള്ളൂ. ഇനി 3 months കൂടി ഇതിൻ്റെ റെസ്റ്റ് ഉണ്ട്. 1 year ആണ് റെസ്റ്റ്. അപ്പം ഞാനിങ്ങനെ ഓൺ വോയിസ് വരാൻ കാരണം തന്നെ ഇതിങ്ങനെ പറയാം. എന്നോട് പലരും ചോദിക്കണില്ല. ഇപ്പം ഞാൻ ഒന്നാമത് കാരണം ഞാൻ ഇങ്ങനെ അറിയിച്ചില്ല. എനിക്കങ്ങനെ എല്ലാവരുടെ സഹതാപം പിടിക്കുക, അതേപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ അയ്യോ പാവലേ കിഡ്നി പോയില്ലേ എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു ഇറിറ്റേഷൻ, ഡിഫിക്കൽട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ ആരോട് പറഞ്ഞില്ല. എൻ്റെ ക്ലോസ്ഡായ കുറച്ച് ബഞ്ച് ഓഫ് ഫ്രണ്ട്സിനോട് മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ബോഡി വളരെ വീക്കായി. ഞാൻ അവിടെ ഫോട്ടോ കാണിക്കാം. എല്ലാവർക്കും ഇങ്ങനെ ചോദിച്ചു എന്താണ് അസുഖം, എനിക്ക് എന്തെങ്ങനെ മാറി, അങ്ങനെ നല്ല